ഈ പരാതി നൽകിയ ഒരു അമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരാതി നൽകിയിരുന്നു ഈ ചെന്താമരക്കെതിരെ. നമ്മുടെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഭീഷണിയുണ്ട്, ഇയാൾ വന്നിട്ടുണ്ട്, കണ്ണു മുഖമൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും എഴുതി ഒപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഞങ്ങളുടെ പരാതി ഏൽക്കാതായപ്പോഴാണ് ഞങ്ങൾ ഈ കുട്ടീനെ വിളിച്ച് പറഞ്ഞത്. അവരച്ഛനെയും ഈ കുട്ടീനെയും വിളിച്ച് പറഞ്ഞു, നിങ്ങളും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മൂർച്ചയാകുമല്ലോ, ഇയാളെ കൊണ്ടുപോകുമല്ലോ എന്ന്. അപ്പൊ അയാളൊന്നും ചെയ്യണില്ലല്ലോ, അയാളുടെ വീട്ടിലല്ലേ ഇരിക്കണെന്ന് പറഞ്ഞു. പോലീസ് പറഞ്ഞു ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പുതിയ ആൾക്കാരാണ്, 2 വർഷമായി ഞങ്ങളെ മാറുകയാണ്, ഞങ്ങൾ പുതിയ ആൾക്കാരാണെന്ന് പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? പുതിയതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് നിങ്ങൾ കോടതിയിൽ പോയി പറഞ്ഞിട്ട് അയാളെ എന്നെ മിരട്ടി, ഒരാളെ എന്നെ മിരട്ടി. കോടതിക്ക് പോയിക്കോ, നീ കോടതിയാണ് ജാമ്യം കൊടുത്തിട്ട് കോടതിക്ക് പോവുക, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 3 പ്രാവശ്യം കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തു. പുറത്തിറങ്ങിയ ശേഷം നിങ്ങളോട് ആ രീതിയിൽ പെരുമാറി? ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെ എന്നെ പരാതി പറഞ്ഞിരിക്കുന്നു. അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് അവൾ എന്തിനും ശ്രദ്ധിക്കണെന്ന്. കൊടുവാൾ രാവിലെ 8 മണിയാകുമ്പോ ഞങ്ങൾ ആ ചാല് വെള്ളം തിരിക്കുമ്പോ മൂപ്പര് അതേ വരുന്നു, വിറകുണ്ടാക്കി കെട്ടിയിട്ട് വരുന്നു. അപ്പൊ എന്താണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ വെള്ളം തിരിക്കേണ്ടപ്പോ കണ്ടത്തിൽ വെള്ളമില്ല പറഞ്ഞു. അപ്പൊ അതെ ഇത് എന്നെ കൊല്ലണം പറയണു, എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരട്ടെ. നീ എന്ത് സെറ്റപ്പ്, നീ നിന്റെ പാട് നോക്കിപ്പോ, എന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാ പറഞ്ഞിട്ട് ഒരു വടിവാള് കാണിച്ചു തന്നു. ഒരു കൊടുവാള് നിങ്ങളുള്ള ഒരു വടിവാള് കാണിച്ചു തന്നു. ഇതാണ് എന്റെ സെറ്റപ്പാണിത്. നീ ഇത്ര മിണ്ടാണ്ടിക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒന്നും നിൽക്കണ്ട എന്നും പറഞ്ഞ് അവന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഞങ്ങളുടെ അവിടേക്കും പോയി. എല്ലാവരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവരിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇങ്ങനെ മുക്കിന് പറയുകയാണ്. ഇനിയിപ്പോ എന്നെ പൂശണം, ഇതാ ഈ കുട്ടിനെ പൂശണം. ഇതാണ് ഭീഷണി. മകളെയല്ല ഇവളെ പുഷ്പനെ വീടാണ് ഇവളെ എന്നെ ഇതിനെയൊക്കെ പൂശണം പറഞ്ഞ് നടക്കും. പരാതി കൊടുത്തതിന്റെ പേരിലാണോ നിങ്ങളെ കൊല്ലണം? അതന്നെ രാവിലെ മിന്നാന്ന് ഇത് അവരവിടെ പോയി പറഞ്ഞവേ, അയാളെ നിർത്തി പറഞ്ഞു ശിവരാജണ്ണനെയും. അവളെ നോക്കി അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞോളൂ, പെറുപെറു പറയണ്ട പറയും, എന്നെ ശ്രദ്ധിക്കണ്ട പറയും, എന്റെ വീട്ടിൽ ശ്രദ്ധിക്കണ്ട പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് എന്റെ അടുത്ത് പറഞ്ഞില്ല. രാജീവിന്റെ ഭാര്യ പറഞ്ഞു, പുഷ്പിച്ച് അങ്ങോട്ട് നോക്കണ്ട, നീ ശ്രദ്ധിക്കണ്ടെന്ന്. ഇന്ന് ജനലിൽ കൂടെ ലൈറ്റ് മറ്റേ 5 മണിക്ക് എണീറ്റ് കുളിക്കാൻ പോയി. കുളിച്ച് വന്നിട്ട് സീർ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് കാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ നീ നോക്കി നിൽക്കണ്ട, അയാൾ ജനലിൽ കൂടെ നോക്കിയിട്ട് അയാൾ അതും ഇതൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഞാൻ വരുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ സാരി ഉടുത്ത് ഇറങ്ങുമ്പോ അവിടെ നിൽക്കുന്നു. ഞാൻ വാതിലടച്ചിട്ടാണ് തുണിയൊക്കെ മാറി വെളിയിൽ ഇറങ്ങിയത്. ഇറങ്ങിയിട്ട് വന്നുമ്പോ അയാൾ അവിടെ നിൽക്കുന്നുണ്ട്, അയാളുടെ വീട്ടിന്റെ അവിടെ സ്റ്റെപ്പ് പടിയില്. പടി അടയ്ക്കുമ്പോ ഞാൻ അടച്ചിട്ട് പറഞ്ഞു.